എൻ്റെ പേര് ലീല ടീച്ചർ. ഞാൻ കാളത്തോട് 19ാം ഡിവിഷനിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ നിലവിലിപ്പോൾ മിഷൻ കോട്ടേഴ്സ് കൗൺസിലറാണ്. പിന്നെ കാളത്തോട് എന്നെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യമാണ് അവിടെ ചെന്ന് മത്സരിക്കണം, UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച് വരണമെന്ന് പാർട്ടിയുടെ ഒരു ദൗത്യമാണ്. കാളത്തോട് എന്ന് പറയുന്നത് എനിക്ക് അപരിചിതമല്ല. കാരണം 32 വർഷക്കാലം കാളത്തോട് വിദ്യാലയത്തിൽ പ്രധാന അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. അവിടുന്നാണ് സംസ്ഥാന ദേശീയ അവാർഡൊക്കെ ഞാൻ കരസ്ഥമാക്കിയത്. അവിടുത്തെ ജനങ്ങളുടെ ആ സ്നേഹവും അവർക്ക് എന്നോടുള്ള എൻ്റെ വർക്കിനോട് എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പങ്കാളിത്തവുമാണ് ഈ സംസ്ഥാന അവാർഡിനും ദേശീയ അവാർഡിനും എനിക്ക് അംഗീകാരം ലഭിക്കുവാൻ അവസരമുണ്ടായത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ലീല ടീച്ചർ എന്നുള്ളത് ഇടം പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല കാളത്തോട് എന്നുള്ള സ്വരം തന്നെ ആ നാട് തന്നെ ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ മുഴങ്ങി കേൾപ്പിച്ചതും ലീല ടീച്ചറിലൂടെയാണ് എന്നുള്ള ആ സന്തോഷം അവരിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഞാൻ പ്രചാരണത്തിനൊക്കെ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ മിഷൻ കോട്ടേഴ്സിലെ ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഈ ഡിവിഷനിൽ ഇവരെല്ലാവരും മിഷൻ കോട്ടേഴ്സ് ഡിവിഷനിലെ എല്ലാവരും എന്നോടൊപ്പം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇവിടെ ഒത്തിരി വികസനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ഗാന്ധി സ്ക്വയറിലെ ഗാന്ധി കോർപ്പറേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗാന്ധി സ്റ്റാച്യു സ്ഥാപിച്ചത്. ഉമ്മൻചാണ്ടി അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. അത്രയധികം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ ഡിവിഷൻ മിഷൻ കോട്ടേഴ്സിലെ പ്രവർത്തകരും ജനങ്ങളുമായിട്ട് സഹകരിച്ച് രാഷ്ട്രീയ ഭേദമന്യേ ഇനിയിപ്പോൾ UDF എന്നോ LDF എന്നോ BJP ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും എന്നോടൊപ്പത്തിനൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ വിഷമമൊക്കെ ഉണ്ട്. എന്നാൽ കാളത്തോട് എൻ്റെ കുടുംബമാണ്. ഇത് തറവാടാണെങ്കിൽ അതെൻ്റെ കുടുംബമാണ്. അവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും എന്നോടൊപ്പം രാവിലെ തന്നെ റെഡി ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആളും എൻ്റെ ഒരു പ്രവർത്തകരാണ്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ അവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇനി അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതാണ് എനിക്ക് അവരിൽ നിന്നും ആദ്യം അറിയാൻ കഴിഞ്ഞത്. അവിടെ ഒരു കല്യാണ മണ്ഡപം പണി തീരാതെ ഒത്തിരി വ്യാപാരികൾക്ക് കടകൾ തുറന്നു കൊടുക്കാതെ ആദ്യമായി അവരെല്ലാവരും എന്നോട് സങ്കടമാണ് പറഞ്ഞത്. ടീച്ചറെ, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ കാളത്തോട് നീങ്ങിപ്പോകുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും കച്ചവടം നടത്താൻ പറ്റുന്നില്ല. ഇന്ന് ഞങ്ങൾ വലിയ കൊച്ചു തൊഴിലുമായി പുറത്തു പോകേണ്ട ഒരവസരമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. ഇനി എൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് അവർക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്, ലീല ടീച്ചർ ഇത് വന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു മോശമായ ഒരു രീതിയിലേക്കും പോകാതെ